ഹലോ ഗൈസ്. ഏതൊരു പടം? സർക്കിട്ട്. ആസിഫ് അലിന്റെ പുതിയതായി ഇറങ്ങിയ പുതിയതായിട്ടില്ല, കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ പടം. ഈ ആഴ്ച അല്ല, കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ പടം. ഇത് എന്തുവാ, ഇത് അങ്ങനെ ഒരു പടം അല്ലേ? ഒരു സിനിമ, ഒരു ഷോർട്ട് ഫിലിം, ഒരു അങ്ങനെ 2 മണിക്കൂറിൽ ഒരു ഷോർട്ട് ഫിലിം. 2 മണിക്കൂർ ഇല്ലു, ടൈം വളരെ കുറവാണ്. അതിന്റെ അപ്പുറം നീക്കാൻ പറ്റൂല. എനിക്ക് കഴിഞ്ഞാൽ ഭയങ്കര പടം. ഇങ്ങനെ പോയെന്ന് പടം. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്, പക്ഷെ ഇത് എങ്ങനെ പോകും? പക്ഷെ ഞാൻ പക്ഷെ പടം മോശമല്ല, പടം ഇരിക്കാനാവും, നല്ല വൃത്തി ചെയ്തിട്ടുണ്ട്. ആ പടം അങ്ങനെയാണ്, അത് അങ്ങനത്തെ ഒരു സ്റ്റൈൽ പടം അല്ലേ? അല്ല ഇതിൽ ചിരിക്കാനോ അങ്ങനത്തെ എന്റർടൈൻമെന്റ് ഇല്ല. സീരിയസ് ആയിട്ട് നമ്മിങ്ങനെ നമ്മ ഇത് ചിലപ്പം ഈ OTT കണ്ട ചിലപ്പോ ഫുള്ള് കാണുന്നില്ല, ബോറടിച്ച് നമുക്ക് പോകും. പിന്നെ ഒരു ചെറുക്കനുണ്ട്, ആ ചെറുക്കനെ ഇടക്കിടക്ക് കാണിക്കുന്ന അത് അങ്ങനത്തെ ഒരു ചെറുക്കനെ അഭിനയിച്ചാലും പൊളി ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നത്. അതായത് നമുക്ക് ഇടക്കിടക്ക് തോന്നുന്നു അങ്ങനല്ല. ഇതിലത്തെ ഏറ്റവും സൂപ്പർ എന്താ പറയാ, BGM സ്കോർ, BGM എല്ലാം ചില സിറ്റുവേഷൻ കറക്റ്റ് ആണ് അല്ലേ? ആക്ടേഴ്സ് മാത്രമേ ഇല്ലല്ലോ മെയിൻ ആയിട്ട്. 5 സിനിമയില്. പടം ദുബായിലാണ്. 5 പടം ഒന്ന് മറ്റേ 3 അഭിനയം, 1 ഇത് 4 5 6 ആള്, ടോട്ടൽ 7 ആളെ. പടം ദുബായിലാണ്, എല്ലാരും ദുബായിൽ കൊണ്ടോണ്ടേ. ബഡ്ജറ്റ് കൂടൂലേ, ടിക്കറ്റിനുള്ള പൈസ കൊടുക്കണ്ടേ, എല്ലാവർക്കും കിട്ടണം. പക്ഷെ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സിനിമ ആണ്, 7 ആളെ മാത്രം മുഖം കാണിച്ചിട്ടില്ലേ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മമ്മൂട്ടി ഞാൻ കണ്ടിട്ടില്ല. പടത്തിലും 7 ആളല്ലോ, തിയേറ്ററിൽ 7 ആളെ ഉണ്ടായി. തിയേറ്ററിൽ നമ്മക്കായി തുറന്നു വെച്ചാൽ അതിലുണ്ട് ബ്ലോഗ് എടുക്കാം. നമ്മ വൈകിട്ട് കയറി പോകുമ്പോട്ട് ആരും കാണുന്നില്ല, ഒച്ചയൊന്നുമില്ല. ഞാൻ പോകുമ്പോ ഇങ്ങനെ ഉണ്ടാവും. ഞാൻ ചോദിച്ച വലിച്ചു വേണം, അമ്മ മാത്രമേ ഇല്ലൂ. അപ്പൊ ബാക്ക് പോകുമ്പോട്ട് ബാക്കിൽ 3-4 ആള് ഏടെ വേണമെങ്കിൽ ഇരിക്കും. അത്രയും ഭയങ്കര സ്ഥലമില്ലൊരു സ്പേഷ്യസ് ആയിരുന്നു. ശാന്തി തിയേറ്ററിലാ വന്ന്. സ്ക്രീൻ നല്ല രസമുണ്ടേ, സ്ക്രീൻ അതിനൊക്കെ പടം എൻഡിങ് ഒരു ഹാപ്പി എൻഡിങ് ആണ്. എന്നിട്ട് പ്രോ പറയുന്നേ എമ്പുരാനല്ലേ ഇങ്ങനത്തെ ഒരു എൻഡിങ് ആവാൻ വേണ്ടി, ഈ പടം ഹാപ്പി എൻഡിങ് ആണ് അല്ലെ? അപ്പൊ എന്നാ പ്രോ ഉദ്ദേശിച്ചത്? മറ്റേ എന്നാ സ്റ്റീഫനും മറ്റേ പൃഥ്വിരാജെല്ലാം പോയിട്ട് ലാസ്റ്റ് ആനെല്ലാം കൂടിയിട്ട് ഇങ്ങനെ നന്നായിട്ട് എല്ലാരോടും സോറി ഫാമിലിയായിട്ട് ഇങ്ങനെ ഇരിക്കും. ഞാൻ പറഞ്ഞെന്താ അറിയോ, ആ ഒരു സിനിമ നമുക്ക് അതുവരെ നമ്മ കാണുമ്പോ എന്നാന്ന് ഭയങ്കര മോശം. എമ്പുരാൻ ഇങ്ങനത്തെ ഒരു എൻഡിങ് ആവേണ്ടത് എടാ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചെന്ന്. ആ ലാസ്റ്റ് ഏത് പടാണെങ്കിൽ ലാസ്റ്റത്തെ ആ ഒരു സമയത്ത് ഭയങ്കര നല്ല നല്ല രീതിയിൽ അങ്ങനെ ആ ഗ്രാഫ് ചിന്തിക്കുന്ന നല്ല രീതി എന്ന് പറയുമ്പോ അതുപോലെ ധ്യാനം ഇതങ്ങനെ ധ്യാനം കൂടി സ്റ്റീഫനിലാടി ഇരുന്നിട്ട് ഇങ്ങനെ ലാസ്റ്റ് വിചാരിച്ചു പൂജ എമ്പുരാനിലെത്തി. എന്തിന്റെ ആവശ്യം, നമ്മ സർക്കിട്ട് കാണാൻ വന്നാണ്. നല്ല ചിരിക്കാണ്ടായി, നമ്മ മാത്രം ഉണ്ടായോണ്ടാന്ന് ഇമോഷനിൽ കണക്ട് ആവുന്നുണ്ട് ലാസ്റ്റത്തെല്ലോ. പക്ഷെ ഇന്നത്തെ പടത്തിൽ ഫുള്ള് നമുക്ക് സംസാരിക്കാൻ സമയം ഉണ്ടായിന്, ആരും ഇല്ല, ആൾക്കാരല്ലെങ്കിൽ ബാക്കിൽ നല്ല ഒച്ചയാക്കും. എന്താ മിണ്ടായി ഇല്ലേ കട്ടാണ് ഇതില് കട്ടാണ്. ഇതൊന്നും വരുമൊന്നുമില്ലേ, ഒന്നുമില്ല. അവരൊന്നും പറഞ്ഞിട്ട് സംസാരിക്കുന്ന വെച്ചിട്ട് ഞാൻ പറഞ്ഞ നമ്മൾ ടിക്കറ്റ് പൈസ എടുത്തിട്ട് വന്നാൽ അമ്മ സംസാരിക്കൂ, അത്രേ അങ്ങനെയാണ് സിനിമയില്. ചിരിച്ചോണ്ട നല്ലോണം ചിരിച്ചു. ഇവന് കണക്ട് ആവില്ല ഒന്നും, ഇവൻ ചിരിക്കൊന്നുമില്ല, ഇങ്ങനെ നോക്കി കോമഡി എല്ലാം കോമഡി പറഞ്ഞാൽ മനസ്സിലാവാ ഒരു എന്ത് കോമഡി പറഞ്ഞാൽ ഇങ്ങനെ സീറ്റിൽ ഇങ്ങനെ ഇരിക്കൂടാ, അതിങ്ങനെ ചിന്തിക്കും. നമ്മിപ്പോ ഗ്രൂപ്പിലെല്ലാം എന്തെങ്കിലും കിട്ടാല് ആൾക്ക് കത്തൂല, മറ്റേ സാധനം കണ്ടിട്ടില്ല. ഒരാൾക്കൊരു ലെവൽ ഉണ്ടാവില്ല, ഇന്നസെന്റ് ആണ് ഇവൻ, അല്ല ചിന്തിക്കാനൊരു ഇതില്ല, കഴിവില്ല. അപ്പം ഇനിയിപ്പോ ട്രോളുകളൊന്നും ഏറ്റ് പടത്തിനെ കുറിച്ച് പടം നൈസാണ്, കണ്ടിരിക്കാം. OTT OTT ആരും കാണൂല, തിയേറ്റർ 1 ടൈം ഒന്ന് കാണാം. പക്ഷെ അങ്ങനെ എനക്ക് ഒരു അങ്ങനെ ഒരു ഇല്ല വർക്ക് ചെയ്യാത്തൊരു പടം
അനക്ക് പക്ഷെ സീനൊന്നുമില്ല അങ്ങനെ ഇങ്ങനെ ഒരു എനക്ക് വർക്കായി അത് അങ്ങനത്തെ ഒരു പടം നമ്മൾ ആ രീതിയിൽ ഇവന് മറ്റേ അടി മറ്റേ റെട്രോ മാതിരി റെട്രോ പോലെ അവസാനം മറ്റേ പൊട്ടിക്കണം. സൂര്യയുടെ അമ്മയുണ്ട് സൂര്യന്റെ അമ്മ സൂര്യന്റെ അമ്മ ഇനി തൊട്ട് ആ ഒരു എന്താ പറയല് അവര് സൂര്യയുടെ അമ്മയായിട്ട് അതെന്താ പറയാ ഇപ്പൊ എന്താ തിരിച്ചടിക്കാന്ന് മനസ്സിലായ മച്ചാന് റെട്രോ മാതിരി മറ്റേ അടിയും ഫൈറ്റ് പക്ഷെ അല്ല അങ്ങനല്ല ഇങ്ങനെ ഒന്ന് അല്ലേ ഒരു എന്താ പറയണ്ടത് നമുക്ക് കുറച്ച് എന്റർടൈൻമെന്റ് ആവാന്നുള്ള സാധനമല്ലേ. പക്ഷെ എനിക്ക് വലിയ രസമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല കണ്ടിരിക്കാം ഒരു രസമുണ്ട്. ടൈപ്പല്ലാന്ന് ഞാൻ പറഞ്ഞു. ആ പടം മോശം ഇല്ലല്ലോ. എപ്പോഴും മനസ്സിലാക്കാം ഒരു റിവ്യൂ പറയുമ്പോ അത് അയാളെ റിവ്യൂ അല്ല നമ്മളെ ഇനിയിപ്പം ഒരു പടം ആ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇടുന്നതാണെങ്കിലും അത് മനസ്സിലാക്കാം. അത് അയാളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് നല്ലത്. ഇപ്പൊ കോക്കിനെ ഇതായാലും പേരിലാണ് കുടുംബമില്ലാത്ത പറയുന്നില്ല കുറച്ച പ്രൊഡ്യൂസേഴ്സ് മറ്റേ പെയ്ഡ് പ്രൊമോഷൻ അത് viewers അല്ല ഞാൻ പറയും കോക്ക് മറ്റേ പെയ്ഡ് പ്രൊമോഷൻ ചെയ്തിട്ട് മറ്റേ സീൻ കണ്ടിട്ടില്ലേ ബ്രൊമാൻസ് നല്ലോണം ഓനെ ഇഷ്ടപ്പെട്ടു ഓന്റെ പെയ്ഡ് ഓൻ എന്തിന്റെ അതിന്റെ ആവശ്യം ഓൻ എന്തിന്റെ അതിന്റെ ഒരു ആവശ്യം പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ഈ വന്നിട്ട് ഇങ്ങനെ ഒരു ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ഓന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നു. മരണമാസം നമ്മ നൈറ്റ് പറഞ്ഞ് ബാക്കി പോസ്റ്റ് അതൊന്നും നമുക്ക് ചിന്തിക്കാനും കൂടി ആവുന്നില്ല. അത് ഓരോരാൾക്കും ഓരോരോ ഇതുണ്ടാവും. ചില അയാൾക്ക് ആ പടമായിരിക്കും വർക്കാവുന്നത്. ഓൻ എത്ര പടത്തിന് പേട് മേടിക്കല് പിന്നെ ആൾക്കാർ ഓന്റെ വീഡിയോ ആണോ പേര് മേടിച്ച ഓന്റെ വീഡിയോ ട്രെൻഡിങ് ഫസ്റ്റ് ഇയറിൽ ഏത് മെയിൻ ഫിലിം ഇറങ്ങിയാല് പെയ്ഡ് മേടിച്ചാലും കോക്കിന്റെ റിവ്യൂ ഒരു ഫണ്ണാണ്. പ്രൊഡ്യൂസറിലെ നാളെ അവര് പടം പറഞ്ഞാൽ അവർക്ക് നെഗറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അവർക്ക് പൈസ മേടിച്ചാൽ പക്ഷെ ഇപ്പൊ ഏത് സിനിമ പറഞ്ഞേ ഈ പേരിൽ കയറുന്നേ ദിലീപിന്റെ അത് ബഗിട സൂപ്പർ എന്നാ പറഞ്ഞു നീ എന്ത് പറഞ്ഞേ ശരിക്കും നമുക്ക് കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഉണ്ടല്ല കോമഡി ആവല്ലേ. പക്ഷെ ഇതിപ്പോ പക്ഷെ കോക്ക് ഇത് അടിച്ചമർത്തിനത് പോക്കിൽ എപ്പോഴും എക്സ്ട്രീം ആണ്. ഒന്നെങ്കിൽ മുകളിലോട്ട് ഇല്ലെങ്കിൽ ഇത്രയുള്ളു പാടം അത്രയിലും സമയം 7 മിനിറ്റ് അല്ലേ. അപ്പം ഇഷ്ടപ്പെട്ടാൽ വന്ന് കാണുക. സോറി അതെങ്ങനെ ഓക്കെ മറ്റേ സാധനം ഇതല്ല പറയ കൈ